ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. يا حبيبي يا شفيعي يا رسول الله بأمي وأبي هديتك سيدي صلاة الله سلام عليك يا نبي حبيبي يا محمد أتيت بالسلام والهدى محمد حبيبي يا محمد يا رحمة للعالمين يا محمد يا من عليت حياتنا بالإيمان يا من بجمالك علمت الإحسان يا من نورت قلوبنا بالقرآن يا حبيبي يا شفيعي يا رسول الله بأمي وأبي هديتك سيدي صلاة الله سلام عليك يا نبي حبيبي يا محمد أتيت بالسلام والهدى محمد 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 رحمة للعالمين رحمة للعالمين محمد محمد رحمة للعالمين رحمة للعالمين വാട്ടുന്ന സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളി നൂറ് എൻ്റെ കൽബകമിൽ വാഴുന്ന മുത്ത് റസൂലേ അരുള് സമാ വാട്ടുന്ന സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളി നൂറ് എൻ്റെ കൽബകമിൽ വാഴുന്ന മുത്ത് റസൂലേ ബദറൊളി പോൽ പൂമുത്ത് ബഹ്റലയാം സീനത്ത് മഹിഹബിയെ ചാരത്ത് നനയുവതെന്നോ നിത്യസലാത്തിൽ ഞാൻ ആനന്ദം നുകരണതെന്നോ ബദറൊളി പോൽ പൂമുത്ത് ബഹ്റലയാം സീനത്ത് മഹിദഹബീച്ച രക്തം നനയുവതെന്നോ നിത്യസലാത്തിൽ ഞാൻ ആനന്ദം നുകരണതെന്ന അമ്പിയ മുമ്പറത്വായ നബി പുഞ്ചിരിച്ചു നൂറാകയാ മക്കാമണ്ണിൽ നൂറുദിച്ചു നൂറാകയാ ലോകമാകെ പ്രക കൊണ്ടു ഓ തിങ്കളിൻ പിറ കൊണ്ടുതിൽ ഓ തിങ്കളിൽ പിറ കൊണ്ടുതിൽ ഓ തിങ്കാജ നൂറുദാ لبيك 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 يا رسول الله لبيك 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 يا رسول الله مرحبا يا مصطفى مرحبا يا പിന്നെ മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവരിതാ ഓടിക്കളിക്കാനും തൊട്ട് കളിക്കാനൊക്കെ നിന്നിട്ടോ. പിന്നെ മക്കളൊക്കെ ഒന്ന് മേല് കഴുകിയിട്ട് അകത്ത് കയറ്റി. നല്ല മഴ ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഇന്നും. പിന്നെ അതാ സ്കൂളത്തെ പരീക്ഷയൊക്കെ ആയിട്ടുണ്ട്. الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل
أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق ومن شر മക്കൾക്കൊക്കെ ഇപ്പോൾ غاسق സ്കൂളിൽ إذا പരീക്ഷ وقب ആവാനായിട്ടുണ്ട്. അപ്പം മക്കൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. പരീക്ഷയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഏത് വിഷയമാണോ ആദ്യം പഠിക്കേണ്ടത് അതിൽ നിന്ന് തുടങ്ങുക. ഒരുമിച്ച് പഠിപ്പിക്കാതെ കുറേശ്ശെ പഠിപ്പിക്കുക. അപ്പോൾ കുട്ടികൾക്ക് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ മക്കൾക്ക് റിവിഷൻ കൊടുക്കാം. പുതിയത് പഠിപ്പിക്കുന്നതിന് പകരം പഴയത് തന്നെ പഠിപ്പിച്ച് അവരെ ഇതാക്കി കൊടുക്കുക. അപ്പോൾ മക്കൾക്ക് അതൊക്കെ ഒരു പ്രയോജനമാവും കേട്ടോ ഈ പരീക്ഷ സമയത്ത്. പിന്നെ മക്കൾക്ക് നല്ല വിശ്രമവും ഉറക്കവും എല്ലാതും കൊടുക്കണം. എന്നാലാണ് അവരുടെ തലയിൽ നമ്മൾ പഠിച്ചതൊക്കെ അവർക്ക് ഓർത്തിരിക്കാനും നല്ലപോലെ പരീക്ഷ എഴുതാനൊക്കെ പറ്റുള്ളൂ. പിന്നെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ അവരെ സ്ട്രെസ്സ് കൊടുക്കാതെ അവർക്ക് നല്ല ആശ്വാസവും സമാധാനവും നല്ല സമാധാനപരമായ അന്തരീക്ഷവും എല്ലാതും കൊടുത്താൽ അവർ ഉഷാറായി പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി വന്നോളൂ. പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ മക്കൾക്ക് എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്താൽ അവരതും ഇങ്ങനെ കഴിച്ചും കൊണ്ട് ഇങ്ങനെ പഠിച്ചാലും അവർക്കതൊരു നല്ലൊരു തന്നെയാണ് കേട്ടോ. എല്ലാ മക്കളും നന്നായി പഠിക്കട്ടെ, നന്നായി നല്ല രീതിക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ മക്കൾക്കും നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കൾക്കും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് ഞാനും നിങ്ങളോട് പറയുന്നു കേട്ടോ. എൻ്റെ മക്കൾക്കും പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരുടെ മക്കൾക്കും പരീക്ഷയൊക്കെ നല്ല രീതിയിൽ എഴുതി നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാനൊരു കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കട്ടൻ ചായ ചൂടാക്കിയിട്ട് മീനൊന്ന് പൊരിച്ചെടുക്കണം മക്കൾക്കും ഇപ്പാക്കൊക്കെ ചോറ് കൊടുക്കാൻ. പിന്നെ ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മ താത്താടെ വീട്ടിലായിരുന്നു കേട്ടോ. അതുവരെ ഉമ്മക്ക് വയ്യാത്ത കാരണം റെസ്റ്റ് എടുക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും റെസ്റ്റ് വേണമെന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എണ്ണ ചൂടായില്ല. എന്താ വെള്ളമാണോ? ഇവിടെ എന്തോ മക്കൾ തല്ലുകൂടുന്നുണ്ട്, പോയോക്കട്ടെ. എന്താണ് കാലിന്റെ മടലോ? എന്തായി? ഇതാപ്പൊ പഠിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിൽക്കാൻ നടക്കുക. എന്തിനാ മേശമ്മ കയറി? അപ്പൊ നേരെയുള്ളത് പറഞ്ഞു കൊടുക്കണ്ടേടി. അയിലല്ലത് ഫ്രീയാപ്പിളാണ്. അയില ചാറ്റിലിട്ട്. പിന്നെ ഞാൻ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കട്ടൻ ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ബേക്കറി കേക്കോ ഇതൊക്കെ ഉണ്ടായിരുന്നത് ഉമ്മ വരുമ്പോൾ ഉമ്മ താത്താടെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ, എൻ്റെ മൂത്ത നാത്തൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സമൂസ. അപ്പോൾ അത് കഴിക്കുകയാണ്. എന്താ ഇവിടെ കാട്ടണ അഞ്ച കുട്ടിയാ? മാമ തിന്നാ? മാമുടുക്കട്ടെ. പിന്നെ മീനൊക്കെ പൊരിച്ച് വെച്ചിട്ട് ഉപ്പാക്ക് ചോറ് കൊടുക്കാനും വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഉപ്പാക്ക് അവിടെ മേശമ്മ കൊണ്ടുവച്ച് കൊടുക്കും. എന്നിട്ട് ഉപ്പ എടുത്ത് കഴിക്കും കേട്ടോ.
ഞാനേ ചോറ് നിങ്ങൾ എന്ത് കുട്ടി അങ്ങോട്ട് പോ. ഇതിന്റെ പാത്രം എടുത്ത് വന്നിട്ട് ഞാൻ മാറ്റി തരികയാണ്. രണ്ടാളും കൊണ്ട് കയറി ഇരിക്കും. അവന്റെ തൊള്ളാതാക്ക് ആരത്? ചെപ്പിയാത്തേ ഇത് ചെപ്പിയാത്തേ അതാരെ പേരിട്ട്? അപ്പൊ എന്നെ എന്റെ കുട്ടിയെ ഇതാ ഇങ്ങോട്ട് വായ. ഇതാ 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 ഞാനില്ലേ പായിടാണ് അഞ്ചേ ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങടെ കാത്തു. ഓളെന്താ കാട്ടണ പോയോട്ടെ? ഞാൻ പോയോട്ടെ. എന്താ ഇവിടെ കാട്ടണ്? നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതിപ്പോ കേടെത്താൻ വരികയല്ലേ? ഓളെന്താ വേണ്ടി നമുക്ക്? ഓളെ പോയോ ഐസുവാ? ഓള് പുറത്ത് കേടെടുത്തോള്. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോട്ടാ. മാട്ടി ഉറങ്ങിക്കോ. സ്റ്റാപ്ലെയറോ? അറിയില്ല. കിട്ടണ സമയത്ത് അത് കാണാണ്ടാവൂല. പിന്നെ അത് കിട്ടിയാ പിന്നെ അത് എന്തിനാണ് എനിക്ക്? ഒരു കാലത്തിനാ ഞാൻ കണ്ടില്ല. ചേച്ചി നിറഞ്ഞു നോക്ക്. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചെന്നിട്ട് ഈ മേശമത്തെ ബാഗൊക്കെ ഒതുക്കി വെക്ക്. ആ ചക്കുടുവിന്റെ പുസ്തകം മദ്രസയൊക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ വെക്ക്. ബാഗിൽ വെക്ക്. ആ പെൻസിലൊക്കെ നോട്ടൊക്കെ വെക്ക്. പെൻസിലും നോട്ടൊക്കെ അതിൽ വെക്ക്. പാറട്ടെ പാറട്ടെ ചുവന്ന പതാക പാറട്ടെ പാറിടും പാറിടും ജയ പാറിട ചോടം കെട്ടി തിടലങ്ങ് എന്നും പൊൻപഴ തൂരത്ത് ചാക്കിയും ചായയും ചത്തിര പോലുള്ള നന്ദിട പാറ ചീറ്റിന്റെ അതിനാണ് തോർത്ത്